ഹിന്ദി സ്റ്റഡി സർക്കിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 8ാം ക്ലാസ്സിലെ സുഖ് ദുഃഖ് എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും സൈഡ് ബോക്സും എല്ലാ ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സുഖ് ദുഃഖ് കിസ് വിധാ കി രചന ഹെ? സുഖ് ദുഃഖ് എന്ന പാഠം ഏത് തരത്തിലുള്ള രചനയാണ്? ഏതാണ്? കവിത അല്ലേ? എന്താണത്? കവിതയാണ്. സുഖ് ദുഃഖ് കാ രചയിത കോൻ ഹെ? സുഖ് ദുഃഖ് എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? സുമിത്രാനന്ദൻ പന്ത് ജി. അടുത്ത ക്വസ്റ്റ്യൻ, സഫലത പാനെ കെ ലിയെ ക്യാ കർനാ ചാഹിയേ? വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട്, നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സഫലത പാനെ കെ ലിയെ മെഹനത്ത് കർണി ചാഹിയേ അല്ലേ? വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, വിജയം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മെഹനത്ത് കർണി ചാഹിയേ, അധ്വാനിക്കണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. മുഖ് കാ സമാനാർത്ഥി ശബ്ദ് കവിതാ സെ ചുൻകർ ലിഖേ. മുഖ് എന്ന പദത്തിൻ്റെ സമാനാർത്ഥി ശബ്ദ്, സമാന ശബ്ദം, ഒരേ അർത്ഥം വരുന്ന ശബ്ദം കവിതയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതൂ. അപ്പോൾ കവിത വായിച്ചാൽ നമുക്ക് കിട്ടും ആൻസർ. മുഖ് എന്നുള്ള പദത്തിൻ്റെ സമാന പദം എന്താണ് കവിതയിൽ വന്നിട്ടുള്ളത്? ആനൻ. ആനൻ എന്ന് പറഞ്ഞാൽ മുഖം. ആകാശ് കാ സമാനാർത്ഥി ശബ്ദ് കവിത സെ ചുൻകർ ലിഖേ. ആകാശ് എന്ന പദത്തിൻ്റെ സമാന പദം കവിതയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതൂ. ആകാശം എന്നുള്ളതിൻ്റെത് എന്താണ് പാഠത്തിൽ വന്നത്, കവിതയിൽ വന്നത്? ആസ്മാൻ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. मेघ के कारण शशि का क्या हाल हुआ? മേഘം കാരണം ശശി, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ്റെ അവസ്ഥ എന്തായി? മേഘ കെ കാരൻ ശശി കാ ഓച്ചൽ ഹുവ അല്ലേ? അപ്രത്യക്ഷമാവുക. മേഘം ചന്ദ്രനെ മൂടി, അപ്രത്യക്ഷമാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ജീവൻ कैसे പരിപൂർണ്ണ ഹോ ജാതാ ഹെ? ജീവിതം എങ്ങനെയാണ് പരിപൂർണമാകുന്നത്? എങ്ങനെയാണ്? ആൻസർ പറയൂ. ജീവൻ സുഖ് और दुख के मधुर मिलन से പരിപൂർണ്ണ ഹോ ജാതാ ഹെ. ജീവിതം സുഖവും ദുഃഖവും ആ രണ്ടും കൂടിച്ചേരുമ്പോഴാണ്, അതിൻ്റെ മധുർ മിലൻസെ കൂടിച്ചേരലിൽ നിന്നാണ് പരിപൂർണ്ണ ഹോ ജാതാ ഹെ പരിപൂർണമാകുന്നത്. അപ്പോഴാണ് ജീവിതം നമ്മൾ ആസ്വദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കവി അപ്നെ ജീവൻ മേ ക്യാ ക്യാ നഹീ ചാഹ്താ? കവി തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നില്ല? എന്തൊക്കെയാണ് കവി തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത്? ആൻസർ നോക്കുക.
कवि अपने जीवन में स्थिर सुख और स्थिर दुख नहीं चाहता. കവി തൻ്റെ ജീവിതത്തിൽ സ്ഥിരമായ സുഖമോ സ്ഥിരമായ ദുഃഖമോ ആഗ്രഹിക്കുന്നില്ല. ശരിയല്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാവും. അപ്പം സ്ഥിരമായിട്ടുള്ള ദുഃഖവും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല, സ്ഥിരമായിട്ടുള്ള സുഖവും ഇല്ല, അല്ലേ? രണ്ടും കൂടി ആവുമ്പോൾ തന്നെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കിട്ടില്ല. രണ്ടും ഉണ്ടാവും ജീവിതത്തിൽ. സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നും സന്തോഷം ഉണ്ടാവണം എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ, രണ്ടും ഉണ്ടാവും. കൂടുതൽ ദുഃഖമാണ് നമുക്ക് ഉണ്ടാവുക. സന്തോഷത്തേക്കാളും ഒരുപക്ഷെ ദുഃഖമായിരിക്കാം. ചിലർക്ക് സന്തോഷമായിരിക്കാം. ഇത് രണ്ടും ജീവിതത്തിൽ മാറി മാറി വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മേഘ കാ സമാനാർത്ഥി ശബ്ദ് കവിത സേ ചുൻകർ ലിഖേ. മേഘം എന്നുള്ളതിൻ്റെ സമാന പദം കവിതയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതൂ. മേഘം, മേഘ്. എന്താണ് ആൻസർ? ഘൻ. കവിതയിലുണ്ട്, വായിച്ചു നോക്കിയാൽ കിട്ടും. ഘൻ എന്ന് പറഞ്ഞാലും മേഘ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്, മേഘം. ജഗ് കിൻ കിൻ ബാത്തോ സേ പീഡിത് ഹേ. ഈ ലോകം ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് വേദനിക്കുന്നത്? ഏതൊക്കെയാണ്? ആൻസർ നോക്കൂ. ജഗ് അത്യധിക് സുഖ് और अत्यधिक दुख से पीड़ित है. ഈ ലോകം അത്യധികമായ സുഖം കൊണ്ടും അത്യധികമായ ദുഃഖം കൊണ്ടും പീഡിത് ഹേ, വേദനിക്കുന്നുണ്ട്, അല്ലേ? ലോകത്തിലുള്ള ജനങ്ങൾ സുഖവും ദുഃഖവും രണ്ടും അനുഭവിക്കുന്നുണ്ട്. संसार शब्द का समान पद कविता से चुनकर लिखे. संसार, ലോകം എന്നുള്ള പദത്തിൻ്റെ സമാന പദം കവിതയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതൂ. എന്താണ് ആൻസർ? നമ്മളെ കവിതയിൽ വന്നിട്ടുള്ള വേർഡാണ് സംസാർ എന്ന്. ലോകം എന്ന് പറഞ്ഞാൽ കവിതയിൽ വന്നിട്ടുള്ളത് ഏതാണ് പദം? ജഗ്. ജഗ്, ജഗ് എന്ന് പറഞ്ഞാൽ ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ. ജഗ് പീഡിത് രേ അതി സുഖ് സേ, അല്ലേ? ജഗ്, ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. സംസാർ എന്ന് പറഞ്ഞാലും ലോകം. അപ്പം ആൻസർ എന്താണ്? ജഗ്. സുഖ് और ദുഃഖ് കിൻ കിൻ കെ സമാൻ ഹേ. സുഖവും ദുഃഖവും ഏതിനെ സമാനമാണ്, ഏതുപോലെയാണ്? ആൻസർ നോക്കുക. ദുഃഖ് നിശാ കെ और സുഖ് ദിവാ കെ സമാൻ ഹേ. ദുഃഖം നിശാ കെ, രാത്രിക്കും, അതുപോലെ സുഖ്, സുഖം, ദിവാ കെ സമാൻ ഹേ, പകലിനും സമമാണ്. ഉഷ കാ അർത്ഥ്. ഉഷ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കവിതയിൽ വന്നതാണ് ഉഷ എന്നുള്ള വാക്ക്. എന്താണ് ആൻസർ? പ്രഭാതം, പ്രഭാതം. ഇനി നമുക്ക് കവിതയിലുള്ള തന്നിട്ടുള്ള സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. സുഖ ദുഃഖ കെ ഖേൽ മിച്ചോനി खोले जीवन अपना मुख. इन पंक्तियों का आशय क्या है? സുഖ ദുഃഖ കി ഖേൽ മിച്ചോനി. സുഖ ദുഃഖത്തിൻ്റെ ഈ ഒളിച്ചുകളിയിൽ ഖോലെ ജീവൻ അപ്നാമുഖ്, ജീവിതം തുറക്കുന്നു. ഇൻ പങ്ക്തിയോ കാ ആശയ ക്യാ ഹെ. ഈ വരികളുടെ ആശയം എന്താണ്? സുഖദുഃഖത്തിൻ്റെ ഈ ഒളിച്ചുകളിയിൽ ജീവിതം തുറക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആശയം എന്താണ്? ശ്രദ്ധിക്കുക, ആൻസർ എന്താ നോക്കൂ. ആँख मिचौनी के खेल में बच्चे बारी बारी से छिपते हैं. इसी प्रकार जीवन में सुख और दुख क्रम से आते जाते रहने से ही जीवन की परिपूर्णता होती है. എന്താണ്? ആँख मिचौनी के खेल में, കണ്ണ് പൊത്തിക്കളിയിൽ, ബच्चे കുട്ടികൾ, ബാരി ബാരി സെ छिपते हैं, മാറി മാറി ഒളിക്കുന്നു.
ആ കളി കളിക്കുമ്പോൾ കുട്ടികൾ മാറി മാറിയാണ് ഒളിച്ചു കളി കളിക്കുന്നത്. കുറച്ച് സമയം ഒരു കുട്ടിയാണെങ്കിൽ പിന്നെ അടുത്ത സമയം മറ്റൊരു കുട്ടിയാവും. ഇസി പ്രകാർ ഈ വിധത്തിൽ തന്നെ ജീവൻ മേ സുഖ് ഓർ ദുഃഖ് ക്രം സെ ആത്തെ ജാത്തെ രഹനെ സേ ഹി, ജീവിതത്തിൽ സുഖവും ദുഃഖവും ക്രമത്തിൽ അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജീവൻ കി പരിപൂർണത ഹോത്തി ഹെ, ജീവിതം പരിപൂർണമാകുന്നത്, പൂർണ്ണമാകുന്നത്. അപ്പം എപ്രകാരമാണോ ഒളിച്ചുകളിയിൽ കുട്ടികൾ മാറി മാറി ഒളിക്കുകയും പിന്നെ എണ്ണുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു. അപ്പോഴാണ് ജീവിതം പരിപൂർണമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫിർ ഘൻ മേ ഓച്ഛൽ ഹോ ശശി, ഫിർ ശശി സെ ഓച്ഛൽ ഹോ ഘൻ, യഹാ ഘൻ ഓർ ശശി കിൻ കിൻ കെ പ്രതീക് ഹേ. എന്താണ് പറയുന്നത്? ഫിർ ഘൻ മേ ഓച്ഛൽ ഹോ ശശി, മേഘത്തിൽ അപ്രത്യക്ഷമാകുന്ന ചന്ദ്രനും പിന്നീട് ചന്ദ്രനാൽ മറയപ്പെടുന്ന മേഘവും. യഹാ ഘൻ ഓർ ശശി കിൻ കിൻ കെ പ്രതീക് ഹേ, ഇവിടെ ഘൻ മേഘവും ചന്ദ്രനും കിൻ കിൻ കെ പ്രതീക് ഹേ ഏതിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്? ഈ കവിതയിൽ ഏതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് മേഘവും ചന്ദ്രനും വന്നിട്ടുള്ളത്? ഘൻ ദുഃഖ് കാ और ശശി സുഖ് കാ പ്രതീക് ഹെ. എന്താണ് ആൻസർ? നിങ്ങൾ പാഠം എന്തായാലും വായിച്ചു നോക്കിയാലോ അല്ലേ? കവിത നമ്മൾ എടുത്തതാണ്. ആ കവിത ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ കിട്ടും. ഘൻ എന്നുള്ളത് മേഘം, ദുഃഖത്തിൻ്റെയും ശശി എന്നുള്ളത് ചന്ദ്രൻ സുഖത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. लास्ट क्वेश्चन, अविरत सुख भी उत्पीड़न, क्या आप इससे सहमत है, क्यों? अविरत सुख भी उत्पीड़न എന്ന് പറഞ്ഞാൽ എന്താ? നിരന്തർ. അവിരത് എന്ന് പറഞ്ഞാൽ നിരന്തർ, നിരന്തരമായിട്ടുള്ള സുഖം ഒരു വേദനയാണ്, ഒരു വിഷമിപ്പിക്കലാണ്. क्या आप इससे सहमत है, എന്താ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ വരിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സുഖം എന്ന് പറയുന്നത്, നിരന്തരമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞാൽ അതൊരു വേദനയാണ്, വിഷമിപ്പിക്കലാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ട്? അപ്പോൾ അതേ എന്നാണെങ്കിലും ഹാ മേ ഇസ്സേ സഹമത് ഹൂ, ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട് എന്നായിരിക്കും. ക്യോ, എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ആൻസറും പറയണം. എന്തുകൊണ്ടാണ് നമ്മൾ അതിന് യോജിച്ചത്? അതല്ല, ഇല്ല ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നാണെങ്കിലും ആൻസർ ക്യോം എന്നുള്ളതിൻ്റെ ആൻസർ പറയണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും 9ലും 10ലും ഒക്കെ വരുന്നതാണ്. ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന്. ആൻസർ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ഈ വിധത്തിലാണ്. ഹാ മേ ഇസ്സേ സഹമത് ഹൂം, അതെ ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട്. ഇനി എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാം. എന്താണ്? മാനവ് ജീവൻ സുഖ് ഓർ ദുഃഖ് സെ സമ്മിശ്ര ഹെ, मानव जीवन में केवल सुख ही है तो सुख का यथार्थ सुख हम कैसे जान पाएंगे? हमारे जीवन में सुख और दुख दोनों की जरूरत है. मानव जीवन में सुख और दुख से सम्मिश्र है. മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും സമ്മിശ്രമാണ്, കൂടിക്കലർന്നതാണ്. മാനവ ജീവൻ മേ കേവൽ സുഖ് ഹി ഹേ തോ, മനുഷ്യ ജീവിതത്തിൽ കേവലം സുഖം മാത്രമാണ് എങ്കിൽ സുഖ് കാ യഥാർത്ഥ സുഖ് ഹം कैसे जान पाएंगे, സുഖത്തിൻ്റെ യഥാർത്ഥ സുഖം നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഹമാരെ ജീവൻ മേ, നമ്മുടെ ജീവിതത്തിൽ സുഖ് ഓർ ദുഃഖ് ദോനോ കി ജരൂരത് ഹെ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായിരിക്കണം, രണ്ടും മാറി മാറി വരണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കവിയുടെ പറഞ്ഞത് നിരന്തരമായിട്ടുള്ള സുഖം എന്ന്, അതും ഒരു വിഷമിപ്പിക്കലാണ്, ഒരു വേദനിപ്പിക്കലാണ് എന്ന്. അപ്പോൾ സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത പേജിലെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ,
कविता से शब्द युग्मों का चयन करके लिखे. കവിതയിൽ നിന്നും ശബ്ദയുഗ്മങ്ങളെ ചയൻ കർക്കെ ലിഖേ തെരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ശ്രദ്ധിക്കുക. ഇവിടെ എക്സാമ്പിൾ ആയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. സുഖ് ദുഃഖ്, സുഖവും ദുഃഖവും. അതുപോലെ ഇനി കവിതയിൽ നിന്നും നമുക്ക് തെരഞ്ഞെടുത്ത് എഴുതണം. നോക്കുക. ദുഃഖ് സുഖ്, ദുഃഖവും സുഖവും നേരെ തിരിച്ച് എഴുതി. ചിരി സുഖ് ചിരി ദുഃഖ്, സ്ഥിരമായ സുഖം സ്ഥിരമായ ദുഃഖം. അതിസുഖ് അതി ദുഃഖ്, അതിയായ സുഖവും അതിയായ ദുഃഖവും. അടുത്തത് നിശാദിവ, രാത്രിയും പകലും. സോത്ത ജാഗത്ത, ഉറങ്ങലും ഉണരലും. വിരഹ് മിലൻ, വിരഹവും മിലൻ കണ്ടുമുട്ടലും. ഹാസ് അശ്രുമൈ, ചിരിയും അശ്രുമൈ കണ്ണുനീരും. അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമുക്ക് കവിതയിൽ നിന്നും തിരഞ്ഞെടുത്താൽ കിട്ടുക. അത് നോട്ടിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ചെയ്യാനുള്ള വർക്ക് വർഗ് പഹേലിക്ക് പൂർത്തീകരെ. പദപ്രശ്നം പൂർത്തിയാക്കാനാണ്. വർഗ് പഹേലി എന്ന് പറഞ്ഞാൽ പദപ്രശ്നം. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം, ഈ പദപ്രശ്നത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ഭാഗത്തിൽ ഈ ഞാനിപ്പോൾ എഴുതിയ ഈ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതിലൊന്ന് പകർത്തി എഴുതാനുള്ളത് തന്നെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നോക്കി എഴുതുക കേട്ടോ. ക്വസ്റ്റ്യൻ സുഖ് ദുഃഖ് കവിത കാ ആശയ ലിഖേ. സുഖ് ദുഃഖ് എന്ന കവിതയുടെ ആശയം എഴുതാനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ആശയം എഴുതുമ്പോൾ ആദ്യം കവിയെക്കുറിച്ചിട്ടും കവിതയെക്കുറിച്ചിട്ടും फर्स्ट पैराग्राफ एഴുതുക. हिंदी के प्रसिद्ध कवि श्री सुमित्रानंद पंत जी की छोटी सी संदेशात्मक कविता है सुख दुख. इस कविता में कवि जीवन में सुख और दुख के महत्व के बारे में बताते हैं. ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ശ്രീ സുമിത്രാനന്ദൻ പന്ത് ജിയുടെ ഒരു ചെറിയ സന്ദേശാത്മകമായിട്ടുള്ള ഒരു കവിതയാണ് ഈ സുഖ ദുഃഖ് എന്ന് പറയുന്ന ഈ കവിത. इस कविता में ഈ കവിതയിൽ കവി ജീവൻ में सुख और दुख के महत्व के बारे में बताते हैं. ജീവിതത്തിൽ സുഖവും ദുഃഖവും അതിൻ്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുക. कवि कहते हैं कि हमारे जीवन की सफलता के लिए सुख दुख आंख मिचौनी खेल की तरह है. दोनों के मिलन से ही जीवन परिपूर्ण हो जाता है. കവി പറയുന്നു, ഹമാരെ ജീവൻ കി സഫലത കെ ലിയെ, നമ്മുടെ ജീവിതം സഫലമാകുന്നതിന് വേണ്ടി വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് സുഖ് ദുഃഖ് ആങ്ക് മിച്ചോനി ഖേൽ കി തരഹ് ഹെ. ഈ സുഖ് ദുഃഖ് എന്ന് പറയുന്നത് സുഖവും ദുഃഖവും കണ്ണുപൊത്തിക്കളി പോലെയാണ്. മാറി മാറി കുട്ടികൾ മാറി മാറി കണ്ണുപൊത്തി കളിക്കുന്ന പോലെ സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരും. ദോനോ കെ മിലൻ സേഹി, രണ്ടിൻ്റെയും കൂടിച്ചേരലിലൂടെ തന്നെയാണ് ജീവൻ പരിപൂർണ ഹോ ജാത്താ ഹെ, ജീവിതം പൂർണ്ണമാകുന്നത്. കഭി ചാന്ദ് ബാദൽ സേ ഓച്ചൽ ഹോത്താ ഹെ, ചിലപ്പോഴൊക്കെ ചന്ദ്രൻ കാർമേഘത്തെ മൂടാറുണ്ട്. അതുപോലെ ഓർ കഭി ചിലപ്പോഴോ ബാദൽ ചാന്ദ് സേ ഓച്ചൽ ഹോത്താ ഹെ, കാർമേഘം ചന്ദ്രനാൽ മൂടപ്പെടാറുണ്ട്, അപ്രത്യക്ഷമാകാറുണ്ട്, കാണാറില്ല നമ്മൾ ചില സമയത്ത്. ബാദൽ ഹട്ട് ജാനെ പർ, അങ്ങനെ കാർമേഘം മൂടിക്കഴിഞ്ഞാൽ, ചന്ദ്രനെ മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കാർമേഘം മാറിക്കഴിയുമ്പോൾ ചാന്ദ് ബഹുത് പ്രകാശപൂർണ്ണ ദിക്പെടുത്താ ഹെ, ചന്ദ്രൻ വളരെയധികം പ്രകാശപൂരിതമായിട്ടാണ് നമ്മൾ കാണുക. ഇസ്കേ ജേസെ ദുഃഖ് കെ ബാദ്, അപ്പോൾ ഇതുപോലെ തന്നെയാണ്
ദുഃഖത്തിന് ശേഷം സുഖ ആനെ പർ, സുഖം വരുമ്പോൾ വോ ഹമേ ബഹുത് പ്രഭാവിത് ഹോതാ ഹൈ, അത് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ മേഘം ചന്ദ്രനെ മറയുമ്പോൾ, അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ മേഘം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചന്ദ്രനെ നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതൊന്നും കൂടി പ്രകാശപൂരിതമായിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം കിട്ടുന്ന സുഖം, അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും നല്ല സന്തോഷം തരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ സുഖവും ദുഃഖവും എന്നുള്ളത് മാറി മാറി വരുന്ന അവസ്ഥകളാണ്. എപ്രകാരമാണോ കണ്ണുപൊത്തിക്കളിയിൽ കുട്ടികൾ മാറി മാറി കളിക്കുന്നത് അത് വിധം. യേ സംസാർ അത്യധിക് ദുഃഖ് ഓർ സുഖ് സേ പീഡിത് ഹേ, ഈ ലോകം അത്യധികമായ ദുഃഖം കൊണ്ടും സുഖം കൊണ്ടും വേദനിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ലോകത്തിലെ ജനങ്ങൾ ദുഃഖം കൊണ്ടും സുഖം കൊണ്ടും വേദനിക്കുന്നുണ്ട്. നിരന്തർ ആനേ വാലെ ദുഃഖ്, നിരന്തരമായിട്ട് വരുന്ന ദുഃഖവും ഓർ സുഖ്, അതുപോലെ തന്നെ സുഖവും ഹമേ പീഡാജനക് ഹെ, നമുക്ക് വേദനിക്കുന്നത് തന്നെയാണ്. ദുഃഖ് രാത് കെ സമാൻ ഹെ, ദുഃഖം രാത്രിക്ക് സമാനമാണ്. ഓർ സുഖ് ദിൻ കെ സമാൻ ഹെ, സുഖോ പകലിന് സമാനമായിട്ടുമാണ് ഇവിടെ കവി പറയുന്നത്. ദിൻ കെ ബാദ് രാത് ആനെ കെ ജൈസെ, പകലിന് ശേഷം രാത്രി വരുമല്ലോ, അതുപോലെ തന്നെയാണ് ദുഃഖ് സുഖ് ഓർ ദുഃഖ് സെ മിശ്രിത് ജീവൻ കോ പൂർണ്ണത മിൽത്തി ഹെ, സുഖവും ദുഃഖവും കൂടിച്ചേരുമ്പോൾ തന്നെയാണ് ജീവിതം പൂർണ്ണമാകുന്നത്. അപ്പം എപ്രകാരമാണോ പകല് മാറി രാത്രി വരുന്നത്, പകൽ കഴിഞ്ഞാൽ രാത്രി വരുന്നുള്ളതാണല്ലോ, അപ്രകാരം തന്നെയാണ് സുഖവും ദുഃഖവും. സുഖത്തിന് ശേഷം ദുഃഖവും വരും. അങ്ങനെ രണ്ടും കൂടിച്ചേരുമ്പോൾ തന്നെയാണ് ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാവുക എന്നാണ് കവിതയിലൂടെ ഈ കവി സുമിത്രാനന്ദ പന്ത്ജി നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പാര കൂടി ശ്രദ്ധിക്കൂ. जीवन में सुख और दुख की आवश्यकता को व्यक्त करने में कवि पूर्ण सफल हुए हैं. ജീവിതത്തിൽ സുഖവും ദുഃഖവും രണ്ടിൻ്റെയും ആവശ്യകത വ്യക്തമാക്കുന്നതിൽ കവി പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട്. കവിത ബഹുത് സരൾ ഹെ, കവിത വളരെ സരളമാണ്. ഇതോടുകൂടി ഈ സുഖ് ദുഃഖ് എന്ന പാഠത്തിൽ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.